ഒരു ഫംഗ്ഷൻ നാളെ നടക്കാൻ പോവാണ്. നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ കല്യാണം. സോ വി ആർ വെരി ക്ലോസ്. എന്നെ അറിയാലോ അല്ലേ? ഇത് നമ്മൾ എല്ലാരും ചങ്ക് അപ്പൂന്ന് വിളിക്കും. നീൽമാധവൻ. എന്റെ പേര് അനുരാഗ്. കല്യാണ ചെറുക്കന്റെ മൂത്ത അമ്മാവൻ KS രാധാകൃഷ്ണന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ച മൂത്ത മരുമനാണ്. ഇതാണ് എന്റെ വൈഫ് സുഗന്ധ രാധാകൃഷ്ണൻ. ഞങ്ങളുടെ ഫാമിലിയുടെ വക എല്ലാവർക്കും കേൾക്കാം. അപ്പൊ ഇന്നത്തെ രാത്രി കൊഴിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചിക്കാം. ഉണ്ണിക്കുട്ടന്റെ എനർജറ്റിക് ആൻഡ് ഡൈനാമിക് യൂത്ത് ഫ്രണ്ട്സ് ഉണ്ട്. ഇതാണ് വിഷ്ണു. പരിചയപ്പെടാത്തൊരു പരിചയപ്പെടും. നെക്സ്റ്റ് ഇരിക്കുന്ന ആളാണ് പാർത്ഥസാരഥി. സഞ്ജു, ജിജോ. ഓക്കെ, അവരെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ നിന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശാഖൻ കടന്നു വന്നൊരു പാട്ട് പാടുന്നതാണ്. വിശാഖനെ മനസ്സിലായില്ലായിരിക്കും. ചെറുക്കന്റെ മൂത്ത അമ്മ KS രാധാകൃഷ്ണന്റെ ഇളയ മകൾ സ്നേഹയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ ഒരേ ഒരു അനിയനാണ്. ഡോക്ടറാണ്. ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. കലാകാരൻ കൂടിയാണ്. ഏത് പാട്ടാണെങ്കിലും പഠിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേർക്ക് എന്നെ അറിയുന്ന തോന്നുന്നില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ രാധാകൃഷ്ണന്റെ ആളുടെ സ്നേഹയുടെ അനിയനാണ് വിശാഖ്. പഴയ ഒരു പാട്ട് പാടാം. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തൈരിളം കാവളം നിന്റെ തങ്കവള ചിത്രവള താരുണ്യവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തൈരിളം കാവളം കിളിയേ. ഒരു പാട്ടുണ്ട്. മന്ദാരച്ചെത്തുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ ഒന്നും തേനും വയമ്പുമുണ്ടോ വാനം വാടിതൻ പൂകളുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. ഓ താങ്ക് യു. ഹലോ, പാടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് വിശാഖളിയം പാടി ഒരു സെറ്റാക്കി വെച്ചിട്ട് അടുത്ത ഞാൻ പാടി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു സീൻ ആലോചിച്ചിട്ടാണ് എനിക്കൊരു ഞാൻ എന്തായാലും അവസാനമായിട്ട് പാടി. അവസാനം അതിന് മുമ്പ് ഞാൻ പാടിയിരിക്കും. ഇപ്പൊ തന്നെ പാടണം. അതാ ഓക്കെ. അപ്പൊ എല്ലാരും പറഞ്ഞാൽ ഞാൻ ഓക്കെ, ഞാൻ റെഡിയാണ്. അപ്പം നമ്മൾ ഇന്ന് എല്ലാരും ഒത്തുകൂടിയത് എന്തിനാണെന്നറിയാം. എന്റെ ഈ പ്രിയപ്പെട്ട നാളെ വിവാഹ ചടങ്ങിന് മുമ്പോടിയുള്ള അവസാനത്തെ ഒരു ദിവസമായിട്ട് കല്യാണം ഒരു ആഘോഷം പോലെ ആണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അപ്പം
അത് നമ്മുടെ ഹരിപ്പാട് അപ്പം ആദ്യം ചേട്ടനെ പറ്റി എന്തെങ്കിലും കുറച്ച് വാക്കുകൾ. അപ്പം ആദ്യം കല്യാണ ചെറുക്കനെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇപ്പൊ നമ്മുടെ ചെറുക്കന്റെ സ്വഭാവം എല്ലാം അറിയാലോ. അതായത് വളരെ നല്ല സ്വഭാവം, മാന്യനും, വിവാഹം കഴിക്കത്തില്ലെന്നായിരുന്നു ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ഒരു നല്ല കണ്ടെത്തിയപ്പോ നല്ല തിടുക്കമുണ്ട്. അവസാനം കല്യാണം സെറ്റായപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മുടെ വെള്ളിമുഖയിലെ ബിജുമേനോന്റെ അവസ്ഥയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ബാച്ചിലർ ലൈഫും ഹിമാലയൻ റൈഡും എല്ലാം ഉപേക്ഷിച്ച് ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും സന്തോഷവാനാണ്. അത് എത്ര നാളാണ് ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? മനസ്സിലായി. അപ്പൊ ചേട്ടനെ പറ്റി കൂടുതൽ പറയാൻ അച്ഛനെ അമ്മയെ ഞാൻ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അതിനധികം പറ്റായിരുന്നു അല്ലേ? കേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് തോന്നുന്നു. അത് ഞാനല്ലല്ലോ പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ അനന്ത് പറഞ്ഞതുപോലെ കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അതെ ഇപ്പം അത് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അതിന് പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ചടങ്ങിൽ നമുക്ക് ഇതുകൊണ്ടൊന്നും അല്ലായിരുന്നു നമ്മൾ കല്യാണം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഗംഭീരമായി നമ്മളിപ്പം കുറച്ച് ആൾക്കാരെ ഉണ്ടെങ്കിൽ പോലും അത് വളരെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു വിവാഹം എന്ന് പറയുന്നത് വേറെ എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ഈ ഒരു വിവാഹം കൂടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ കൂടിയിട്ടില്ല. എന്തായാലും ഇത് നമ്മുടെ പുതിയ അനുഭവമാണ്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു ആംബിയൻസ് ഇവിടെ ഉണ്ടാക്കി തന്ന എന്റെ ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും, എസ്പെഷ്യലി എന്റെ അളിയൻ KS രാധാകൃഷ്ണൻ, അപ്പം അദ്ദേഹമാണ് ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തതിന്റെ മുഖ്യ ശില്പി. പുള്ളിയുടെ ആഗ്രഹം പോലാണ് ഇങ്ങനൊരു ചടങ്ങുകളെ സംഘടിപ്പിച്ചത്. അപ്പൊ എന്തായാലും താങ്ക് യു രാധാകൃഷ്ണ. എല്ലാവരും വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും എന്റെ നന്ദി. എനിക്ക് എല്ലാവരും വന്നോണ്ട് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ചും വയ്യാതിരുന്ന അമ്മ വന്നത് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ജയിച്ചവർക്ക് ബാക്കി എല്ലാവരും പറയുന്നില്ല. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. വന്നത് വലിയ കാര്യം. പിന്നെ ഭയങ്കര സന്തോഷം. പിന്നെ പിള്ളേരെ എല്ലാവരും വളരെ നന്ദിയുണ്ട്. എല്ലാവരും പങ്കെടുത്തതിനകത്തോളം സന്തോഷം. നമുക്ക് ഈ ഒരു സുന്ദര മുഹൂർത്തം, ഈ ഒരു സന്തോഷകരമായ മുഹൂർത്തം എല്ലാവർക്കും ആസ്വദിക്കാം. നന്ദി, നമസ്കാരം. ഒരു സെക്കൻഡ്. അപ്പം പരിപാടിയുടെ തുടക്കമായി ചെറുക്കൻ്റെ അച്ഛന്റെ ഭാഗം ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു പാട്ട്. അമ്മ ജസ്റ്റ് കൂടെ നിന്നാൽ മാത്രം മതി. അതിന്റെ ഭാഗം വിവാഹ തരളിത രാത്രികൾ, വിവാഹ പൂർവരാത്രികൾ, ഈ 7 സുന്ദര രാത്രികൾ. സോറി, 7 സുന്ദര രാത്രി ഇല്ല, ഇനി 1 സുന്ദര രാത്രി. ഇനി അടുത്തത് ഉണ്ണിനെ പറ്റി പറയുന്ന ഒരു ഇതാണ്. അതായത് കല്യാണം എങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ പ്ലാൻ എന്തൊക്കെയാണ്, ഒരു അഗാധമായ പ്ലാൻ. ഒത്തിരി ആൾക്കാരൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇത്ര അല്ലേ. ഞാൻ പണ്ടുപോലെ പറഞ്ഞായിരുന്നു അത്യാവശ്യം നമ്മള് അടുത്ത ആൾക്കാർ മാത്രം മതി ഇല്ലേ.
മാമ അതായത് ഇങ്ങനെ ചെറിയ എല്ലാരും അടുത്തുള്ള ആൾക്കാർ മാത്രം വെച്ച് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ സാധാരണ ദിവസം വെച്ച് നടത്തി കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ലാത്തൊരു കല്യാണമേ വേണ്ടാന്ന് വിചാരിച്ചപ്പോഴാണ് കൊറോണ വന്നത്. അപ്പൊ കൊറോണ വന്നപ്പോ ഒരു അവസരമായി കൊറോണ വന്നു, അത് ഒരു അവസരമാക്കി പെട്ടെന്ന് നടത്തി. കൊറോണയ്ക്കും നന്ദി. അല്ല കൊറോണയ്ക്ക് നന്ദി. ഇത് വേറെ എവിടെ സോഷ്യൽ മീഡിയയിലൊന്നും ഇടരുത്. അല്ല ഒത്തിരി ആൾക്കാരാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ഈ ഒരു അമ്മ ചെയ്തിട്ടില്ല. ഒത്തിരി ആൾക്കാർ നമുക്ക് ടെൻഷനല്ല, നമുക്ക് അറിഞ്ഞേ പറ്റത്തില്ല. അടുത്ത ഫ്രണ്ട്സും അടുത്ത റിലേറ്റീവ്സും ആണെങ്കിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമുക്ക് ആ ഒരു ഐഡിയ ഉള്ളതല്ലേ കറക്റ്റ് അല്ലേ? എന്റെ ലക്ക് എന്തുവാണോ കറക്റ്റ് അങ്ങനെ തന്നെ വന്നു. അപ്പൊ എല്ലാരും വന്നു എന്നതിൽ സന്തോഷം. കുറഞ്ഞ അല്ല നമ്മുടെ കൂട്ടത്തിൽ അല്ലെ രണ്ടുപേരെ ഇല്ലാതെ ഉള്ളൂ. സ്നേഹ ആരി അവരുടെ ഹസ്ബൻഡ്സും അവരുണ്ടെങ്കിൽ നമ്മൾ കോളം പൂർത്തിയായി. അവരെ മിസ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും കറക്റ്റാണ്, കുഴപ്പമില്ല. അപ്പം നമസ്കാരം. അതായത് ഉണ്ണിനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് എല്ലാരും ഒന്ന് കൂടുകയും എന്തെങ്കിലും ഒരു പരിപാടികൾ ചെയ്യുക. ഇവിടെ കൂടി നിൽക്കുന്നില്ല എല്ലാം എന്റെ റിലേറ്റീവ്സ് ആണ്. അതില് മാറി നിൽക്കുന്നില്ല എന്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നിൽക്കുന്ന അടുത്ത വിഷ്ണു ചേട്ടനാണ് ആദ്യത്തെ പരിപാടി. ഓക്കെ എല്ലാരും കൂടെ അവിടെ ഒരുമിച്ച് വന്നോ. അല്ല ഇവരെല്ലാം എന്റെ സ്കൂൾ ഫ്രണ്ട്സ് ആണ്. UKG പോലെ LKG പോലെ പഠിച്ചവരാണ് അല്ലേ? LKG 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. പ്ലസ് ടു ബാക്കി എല്ലാവരും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എല്ലാവരും. ഓക്കെ എന്നെ ചിലപ്പം ഇവിടെ കുറച്ചു പേർക്ക് അറിയായിരിക്കും. ഞങ്ങളെല്ലാവരും സ്കൂൾ ഫ്രണ്ട്സ് ആണ്. ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് വിഷ്ണു, സഞ്ജു, പാർട്ട്, ഇത് ജിജോ. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല. ഉള്ളത് പറയാം. കാരണം ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്ക് ഞങ്ങളെ അറിയായിരിക്കും. കാരണം അർജുൻ ഫ്രണ്ട്സിനെന്നവര് ഞങ്ങളെ പലരുടെയും റിലേറ്റീവ്സിന്റെ വീട്ടിലാണ്. ഇപ്പൊ അനുരാഗേട്ടന്റെ വീട്ടിലാണെങ്കിലും അങ്കിളുടെ വീട്ടിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു ഗൾഫ് ഇറക്കിയ ആളാണ്. എന്നാൽ പോലും ഞാൻ ലീവിൽ വരുമ്പോഴൊക്കെ ഞാനും അർജുനും എവിടെയെങ്കിലുമൊക്കെ പോകും. കാരണം ഞാൻ അവരോട് LKG തൊട്ട് പഠിച്ച ഒരു ഫ്രണ്ടാണ്. ഇവൻ 10 വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അങ്കിൾ അത് ഞാൻ പറഞ്ഞില്ല. കാരണം ഞാനും മിടുക്കനില്ലായിരുന്നു. നമ്മളെല്ലാരും ആരും മിടുക്കനല്ല, റിലേറ്റീവായിട്ടുള്ള മിടുക്കന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾ മിടുക്കന്മാരാണ്. അപ്പം എല്ലാം പറ്റുള്ളൂ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. ബാക്കിയുള്ളവരൊക്കെ +2 വരെ പഠിച്ചു. ഞാൻ 10 കഴിഞ്ഞ് പഠിച്ചില്ലെന്നല്ല, വേറെ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലായോ? അങ്ങനല്ല, 10 വരെയായിരുന്നു പഠിച്ചത്. അങ്ങനെ ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ജിജോ ഒരു പാട്ട് പാടുകയായിരിക്കും. പാട്ട് കൊള്ളത്തില്ലെങ്കിൽ ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തല്ല പാടുന്നത്, അവരൊറ്റയ്ക്കാണ് പാടുന്നത്. എല്ലാരും ഇൻട്രോഡ്യൂസ് ചെയ്ത് ഞാൻ അർജുന്റെ വീട് തന്നെ അടുത്ത് തന്നെയാണ്, ചെറുതാണ്. ഞങ്ങളെല്ലാവരും തിരിച്ചു പഠിച്ചാണ്. ജിയോയ്ക്കെന്ന ഇൻട്രൊഡക്ഷൻ പോലെ എൻ്റെ പേര് ജിജോ. ഞാൻ അർജുനോട് 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും വരാനും ഭയങ്കര അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ വീട് ബിയവരം, ആദ്യം താമസിക്കുന്നത് ഒരു 5 കിലോമീറ്റർ. ശരി, ഞാൻ വർക്ക് ചെയ്യുന്നത് കായംകുളം MSM കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് നാളെ നോക്കാൻ പറ്റുന്നില്ല. ഞാനും പറഞ്ഞോട്ട് തന്നെ അർജുൻ്റെ കൂടെ
ചെറുപ്പത്തിനെ ഞങ്ങള് ഒരു ഫാമിലി ആയിട്ട് തന്നെ ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ഇവിടെ എത്തിയത്. പറഞ്ഞിട്ട് തന്നെ എല്ലാത്തിലും ഒരുപോലെ ഒരുമിച്ച് നിന്ന് നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ് അർജുൻ. അതുകൊണ്ട് തന്നെ അർജുന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ തരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിഷ്ണു. ഞാനും ഇതേപോലെ തന്നെ കൊച്ചിലോട്ട് ഇവിടെ പഠിച്ചതാണ്. പ്ലസ് ടു വരെ ഇവര് 10th വരെ ഞങ്ങൾ വേറെ സ്കൂളിൽ ഞാൻ പ്ലസ് ടു ആണ്. അർജുൻ അതല്ലേ പ്ലസ് ടു വരെ. അർജുൻ ആണ് ഞങ്ങളുടെ തമ്പി. ഞങ്ങൾക്കെല്ലാം തമ്പി അങ്കിളാണെങ്കിൽ ഞങ്ങൾക്ക് തമ്പി എന്ന് വിളിക്കുന്ന അർജുനാണ്. പിന്നെ അപ്പൊ എന്റെ കൂട്ടുകാരന്റെ തമ്പി ഞാനാണ്. പിന്നെ അർജുൻ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഞാൻ ഇപ്പഴേ കെട്ടുന്നില്ല, കെട്ടെനിക്ക് വേണ്ട, എനിക്കൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വരും. ഇതൊക്കെ നാളെ കെട്ടിക്കൂടെ എന്തായാലും അർജുൻ എന്താ പറയാ അത് തന്നെ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെനിക്കറിയാം. അത് അർജുൻ അടിച്ചു പൊളിച്ച് അറുമാതിച്ച് ജീവിക്കും എനിക്കറിയാം. ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ജിജോ പാടുമല്ലേ കൊടുക്കാനേ. ഈ പറഞ്ഞ സിറ്റുവേഷന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര നാളും കെട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം കെട്ടാനുള്ള സാഹചര്യം. ചാന്തണി ചിങ്കാരി ചിപ്പിവള കിന്നാരി നീ എന്നെ ഇങ്ങനെ സ്വന്തമാക്കി മാമല കോരത്തെ തേവരെ കണ്ടപ്പോൾ മന്ത്രമൊന്നൻ കാതിൽ ചൊല്ലിത്തന്നെ കൊഞ്ചടി പെണ്ണേ മറിമാക്കണ്ണേ കാവൻ വീട്ടും മായാവിനെ തുള്ളി തുള്ളുള്ളിക്കാരൻ കൊണ്ട് മുള്ളിക്കൊതുപ്പിച്ചു പയ്യെ ചിക്കൻ ചെയ്താൽ തങ്ക ചെയ്താൽ പറ്റേ തുളുമ്പടി പെണ്ണെ കറുത്ത പെണ്ണെ എന്നെ കാണാനിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ട് ഞാനൊരു വന്നാഴ്ച കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ട് ഞാനൊരു വന്നാഴ്ച തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചുമേ ഞാൻ നിലച്ചിരുന്നു. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ട്. കറുത്ത തന്നെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്. വന്നപ്പെട്ടേ ഞാനൊരു വണ്ടാഴ്ച വന്നേ. ഈ ഒരു ദിവസം കൂടെ ഒരു കാത്തിരിക്കും. പാത്രത്തിന്റെ ഒരു പാട്ട് പാത്രത്തിന്റെ ഒരു വഞ്ചിപ്പാട്ടായിക്കോട്ടെ. എനിക്ക് പാട്ട് അറിയത്തില്ല. പാട്ടൊന്നും മാത്രമല്ല, പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തവരാ. ഒരുപാട് കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് ഞാൻ വേദി കൈമാറുകയാണ്. വേറെ ഒന്നും കിട്ടല്ല. സഞ്ജു കുറെ കൂടെ പാടും കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞില്ല അവനുമായിട്ടുള്ള ആത്മബന്ധം. അത് വെച്ച് അവൻ ഉറപ്പായിട്ട് ഒരു പാട്ടൊക്കെ പാടും. പാടിയോ? അങ്ങനെ 115 ഇല്ല. അതിനൊരു 15 കൂടെ കൂട്ടിക്കോ. ഞാൻ ഗ്യാരണ്ടി. സംഗീതം പാടുന്നില്ല. ഒരു പാട്ട്, ഒരു നാടൻപാട്ട്, എന്തെങ്കിലും നമ്മുടെ രവിപൊക്കൾ ആരോ പാടണ്ട. അന്നാ ഒരു 2 വാക്ക് രൂപപ്പ അഭിനയത്തിന്റെ ഒരു ഒരു വൻ മരമാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ പോലും പറയുന്ന ഇത്രയും ഡയലോഗ് അടിച്ച് മാമൻ വന്നൊരു 2 കുട്ടികളെ പറ്റിയ ഒരു ഡയലോഗ് അതിനും പാടും നമ്മളെല്ലാം പാടും. ഒരുപോയി ചെയ്യും. മാമ
മാമൻ പറ. ഞാൻ പിന്നെ പാടാം. മാമൻ പാടണ്ട, മാമൻ എന്തെങ്കിലും 2 വാക്ക് വന്ന് സംസാരിക്കുക. പാട്ട് അവസാനം. ഇങ്ങനെ നമുക്കൊരു അടിപൊളി കല്യാണം നടത്താൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യയെ കൊണ്ട് ഹൈ റേഞ്ചിൽ പെണ്ണ് എത്തിക്കുക എന്നുള്ളതാണ്. ഈ അളിയനുകളൊക്കെ മുറുകിപ്പോയി. ഇനി ഇതിന്റെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു കല്യാണം കഴിച്ചെങ്കിലേ ഇത് പിന്നെ വരത്തില്ലിരിക്കും, ഈ വഴി വരത്തില്ല. ശരിയല്ലേ? ഓണത്തിന് ആലപ്പുഴയാണ്, ആലപ്പുഴ എറണാകുളം ഈ ഹൈ റേഞ്ചിലായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പെണ്ണിനെ കാണാനായിട്ട് ഇവ പോകുന്നതിന് മുമ്പ് ഞങ്ങളാ പോയി കണ്ടപ്പോ തന്നെ തീരുമാനിച്ചത് കൊള്ളാം എന്ന് ആദ്യമേ ഞങ്ങളാണ് പറഞ്ഞത്. ഏറ്റവും ഇങ്ങനത്തെ ഒരു സുഹൃത്തം ചെയ്തതിനാണ് അത്രയും നല്ല ഒരു ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ഉണ്ണിയുടെ ഒരു ഭാഗ്യത്തിന് ഒക്കെ ഉണ്ണിക്ക് മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണുള്ളത്. ഞാനൊക്കെ ഉണ്ടായ ഒരു പ്രശ്നം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാണ് ഈ കൊറോണ എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല ദൂരമായി കല്യാണം നടത്താറുണ്ട്. ഇത് എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞേ കൊറോണ എല്ലാം കഴിഞ്ഞ് നമുക്ക് 1 വർഷം കഴിഞ്ഞ് നീട്ടി വെച്ചിട്ട് ദൂരമായിട്ട് കല്യാണം നടത്താം. അപ്പൊ അവരോടൊന്നും തോന്നുന്ന മക്കളെ കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല. ആഴ്ച കൊച്ചടങ്ങി പോവുക. ഈ പരിപാടി ആഴ്ച ഇവിടെ വരുന്ന പരിപാടി നടത്തില്ല. നിർബന്ധമായിട്ടും ഇപ്പൊ തന്നെ ഒരു നല്ല മുഹൂർത്തമൊക്കെ നോക്കി കല്യാണം നടത്തിയത്. കല്യാണം നടത്താൻ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇവിടെ ഇങ്ങനൊരു സൗകര്യം ഉണ്ടാക്കി തന്നാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷിയാണ്. അവര് ഇവര് സേവനീയന്മാർ 5 പേര് ചേർന്ന് നടത്തുന്ന ഏറ്റവും മനോഹരമായ ഈ റിസോർട്ട്. ഇങ്ങനൊരു ആശയം അവരോട് പറഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചാലും ശരി ഇതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല റെഡിയായി നിങ്ങളെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഒന്നും ആലോചിക്കേണ്ട. വരുന്ന എത്ര പേരുണ്ടെങ്കിലും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഈ റിസോർട്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മണ്ഡലം കുറെ പരിപാടികളൊക്കെ മഴയായതുകൊണ്ടെല്ലാം വേണ്ടെന്ന് വെച്ചാണ്. അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം നടത്താനായിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞാൽ മഴ നമുക്ക് കുറെ അസൗകര്യങ്ങൾ സൃഷ്ടിച്ചു. എന്നാലും എത്ര നന്ദി പറഞ്ഞാലും അവരോട് മതിയാകത്തില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ നന്ദി ഇവരുടെ ഈ റേഞ്ചർ റൂട്ടിന്റെ ഒരു ചരിത്രമുണ്ട്. അത് തേക്കടിയുടെ ചരിത്രം തന്നെയാണ്. ഈ തേക്കടി തുടങ്ങുന്നത് തന്നെ ഈ റേഞ്ചർ റൂട്ടിനോട് ചേർന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ ഇല്ല, അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. കണ്ട ലാസ്റ്റാണ് നമ്മുടെ ഈ ട്രീ ഹൗസ് കഴിഞ്ഞ് പിന്നെ വല്ലതും ഉണ്ടോ? ഇല്ല, മുഴുവൻ പിന്നെ സർക്കാരിന്റെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇതിനെ ഈ റേഞ്ചർ റൂട്ടിനെ കുറിച്ചും ഈ തേക്കടിയുടെ ഉത്ഭവത്തെ കുറിച്ചും ഒക്കെ സന്തോഷിയാണ് നമ്മളോട് വളരെ വിശദമായിട്ട് പറയും. ഇല്ലേ? തേക്കടി ഉണ്ടായതും തേക്കടിയുടെ ഒരു ചരിത്രവും ഒക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ പറയുന്ന കുറെ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയും. എന്തായാലും എല്ലാവരെയും നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞത് ഈ മഴയും ഇതൊക്കെ ആയതുകൊണ്ടാണ്. മഴയായതുകൊണ്ടാണ്, മഴയും കോവിഡും ആയതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒത്തൊരുമിച്ച് കാണാൻ കഴിഞ്ഞത്. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇനി അനന്തൂരിന്റെ കല്യാണം നമുക്ക് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് നടത്തണം. ഇവര് പിന്നെ നമുക്ക് ഹൈറേഞ്ച് ചെയ്യാൻ ഇവരെയും ഹൈറേഞ്ച് ചെയ്യുന്നതിലും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. പിന്നെ അനന്തു ഉണ്ട്, അതിന് മുമ്പ് അരുണുണ്ട്, വേറെ നിശാന്തുണ്ട്, പിന്നെ പലരുണ്ട്. എല്ലാവരും ഉണ്ട്. കല്യാണം കഴിക്കാത്ത ഇവരുടെയൊക്കെ നാള് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഈ പറഞ്ഞ ഈ 4 പേർ സംഘത്തിന്റെ ഇവരുടെ എല്ലാം നാളൊക്കെ നോക്കി നല്ല നമുക്കൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് കഴിയണം. എല്ലാവരും കണ്ടതിൽ സന്തോഷം. വളരെ നമ്മുടെ ഇതൊരു ടീം വർക്കാണ് ഈ കല്യാണം അല്ലേ. നമുക്ക് ഈ സ്റ്റുഡിയോ ആണെങ്കിൽ അവരൊരു സ്റ്റുഡിയോ പോലെ അല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ ഏറ്റവും ഫോട്ടോ എടുത്തപ്പോ കഴിഞ്ഞ പ്രാവശ്യം ആർക്കും നോക്കിയിട്ട് ഇവരുടെ മാത്രമേ ഫോട്ടോ ഉള്ളൂ, നമ്മുടെ ഫോട്ടോ ഇല്ലാതെ. ഏറ്റവും നല്ല ടീമായിട്ടാണ് അവരതൊന്നും ഒരു വർക്കായിട്ട് കരുതിയല്ല വന്നത്, ഒരു ഡെഡിക്കേഷനോട് കൂടിയാണ് വന്നത്. അവര് രാവിലെ തന്നെ ഇവിടെ എത്തി. 5 ആളുകൾ ഇവിടെ വന്ന് രാവിലെ എല്ലാം വൈകിട്ടെത്തി. തലേദിവസം തന്നെ വന്നിട്ട് അവർ 5 പെട്ടി ഇനി ആളുകൾ വരാനുണ്ട് അല്ലെ, കുറച്ച് പേര് കൂടി വരാനുണ്ട്. അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണത്തിന് സഹകരിച്ചവരെല്ലാം ഈ ഒരു
ടീം വർക്കിനകത്ത് ചേർന്നാണ് നാളെ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് കഴിയാം. ഇപ്പൊ ഒരു നിർദ്ദേശം വന്നത് എന്താണെന്ന് വെച്ചാല് നാളെ തിരിച്ചു പോകാതെ നാളേക്ക് പോയാൽ പോരെ എന്നാണ് ഉണ്ണി ചോദിക്കുന്നത്. നാളെ കൂടെ ഇവിടെ താമസിച്ചിട്ട് നാളേക്ക് പോയാൽ പോരെ. നാളെ തന്നെ ഈ മറ്റേ ഈ ട്രീ ഹൗസിൽ കയറിയാ പോലെ വിളക്കൊക്കെ കൊടുത്ത് ക്ഷമ സമ്മതിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ താമസിച്ചേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവരും നമ്മള് കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ വിശാലമായ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്ന് ഈ തേക്കടിയിൽ നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. 90% ആൾക്കാരും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തേക്കടിക്കാരാണ്. ഞങ്ങൾ 4 പ്രദേശം കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. റേഞ്ചർ വുഡ് എന്ന് പറയുന്നത്. റേഞ്ചർ വുഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. തേക്കടിലെ ആദ്യത്തെ റേഞ്ച് ഓഫീസർ അതാണ് റേഞ്ചർ. വുഡ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അങ്ങനെയാണ് റേഞ്ചർ വുഡ് ഉണ്ടായത്. ഞങ്ങൾ 1965 തൊട്ട് തുടങ്ങിയത് ലേബർ ചെയ്യുന്നത്. കാര്യം എൻ്റെ അച്ഛൻ ആ കാലത്ത് സൈക്കിളിൽ ചായ കൊണ്ട് നടന്ന ആളാണ്. മോദി പലവരല്ല, ഉറപ്പായിട്ടും എൻ്റെ അച്ഛൻ സൈക്കിൾ ചായ കൊണ്ട് നടന്ന ആളാണ്. 1965 അന്നോട്ട് ഞങ്ങൾ വളർന്ന് അച്ഛൻ മേടിച്ച സ്ഥലമാണ് ഇത്. 2008 ഇവിടെ റിസോർട്ട് പണിയുന്നത്. അതിനുശേഷം നമ്മുടെ എന്തൊക്കെയാണ് അതൊക്കെ എല്ലാവരും കൂടെ ഞങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് ഈ കല്യാണം എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതിന് ഒരു സഹകരണം സാർ പറഞ്ഞു, നമ്മുടെ ഒരു കുടുംബ കൂട്ടായ്മ ഉണ്ട്, ഞങ്ങൾ വിളിക്കും. ആ സമയത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത് സാറിന് പോലെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് എല്ലാവരും റെഡിയാക്കി വെച്ചൊക്കെ വന്നു. എന്നിട്ടും എനിക്കിത് ഇന്ന് തൃപ്തിയായിട്ടില്ല. നിങ്ങൾ വന്നു, നിങ്ങൾക്ക് ഫുഡ് ഇവിടുന്ന് വിളമ്പണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, വിളമ്പാൻ പറ്റിയില്ല. സ്റ്റാഫിന് വെക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ്. എന്നാലും പുറന്ന് ഫുഡൊക്കെ റെഡിയാക്കി അത്യാവശ്യം ഫുഡൊക്കെ കൊള്ളാൻ തോന്നുന്നു അല്ലേ? എന്നാലും എല്ലാം സാറാണ് അറേഞ്ച് ചെയ്തത്. ഒപ്പം തന്നെ ബാക്കി നമ്മുടെ സഹകരണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നുമല്ല ഈ കാര്യം നടക്കേണ്ടത്. നമ്മുടെ SNDP മേലെന്നുള്ള ഇത് നോക്കുമ്പോഴത്തേക്ക് ഒരാഘോഷമാണ് നടക്കേണ്ടത് അല്ലേ? സാരമില്ല, നമുക്ക് കല്യാണം എന്നുള്ളൂ. ഇനി അത് കല്യാണമില്ല, അത് നോക്കിയിട്ട. അപ്പം ഇതിന് ഒരു ഭാഗഭാക്കാൻ സാറ് ഞങ്ങൾക്കൊരു അവസരം തന്നു. ആ അവസരം വിനിയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടി ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഒപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾ സഹകരിക്കുക. നമ്മുടെ റേഞ്ചർ വുഡിലെ ഓണറിന് ഒരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരുടെയും സ്വന്തം കഴിവുകൾ തെളിയിച്ച് ശ്രീകുട്ടിയുടെ ഡാൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോനു ചേട്ടൻ പാട്ടുണ്ട്. ഒന്നെങ്കിൽ പാട്ട് ഇല്ലെങ്കിൽ സോനു ചേട്ടന് പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. എൻ്റെ പേര് സോനു, ചെറുക്കൻ്റെ കസിനാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. പേരൊക്കെ പറഞ്ഞ് ഇതാണ് എൻ്റെ വൈഫ് മീര എന്നാണ് പേര്. എയറോടെക് മറൈൻ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇനിയും മീര ഉണ്ണിക്കുട്ടനെ കുറിച്ച് അർജുനെ കുറിച്ച് 2 വാക്ക് പറയുന്നതാണ്. ഒക്കെ പറയുന്നതല്ല, പുള്ളിയിൽ വരുന്ന കാര്യം തന്നെ പറയുക. ഉണ്ണി സോനന്റെ കസിനാണ്. അതിലുപരി എൻ്റെ ഒരു കൂടപ്പിറപ്പ് തന്നെയാണ് എനിക്കുണ്ട്. ഞാനതെന്ന് ഉണ്ണിയുടെ നിഷുവിനോടും പറഞ്ഞു. അവിടെ വെച്ച് പടം എടുക്കാൻ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണി സോൻ്റെ കസിനാണ്. അപ്പോൾ സോൻ്റെ കസിൻ എന്നുള്ളതിലുപരിയായിട്ട് എനിക്ക് എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ്, എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് ഞാൻ സോനോട് എപ്പോഴും പറയാറുള്ളത്. അതാണ് പറയാനുള്ളത്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഡാൻസ് കളിക്കാനും അറിയില്ല. ഈ അവസരത്തിൽ അത് ശരിയാവില്ല. ഇതെന്തായാലും ഒരു എന്റർടൈൻമെന്റ് നൈറ്റാണ്.
അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റർടൈൻമെന്റ് തരുന്ന ഒരു ഐറ്റം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. വെരി ഗുഡ്. വേറൊന്നുമല്ല, 3 പേർക്കാണ് റേഞ്ചർ കുട്ടികാർ സമ്മാനം കൊടുക്കുന്നത്. 3 പേർക്ക് സമ്മാനം കൊടുക്കുന്നത് റേഞ്ചർ കുട്ടികൾ. അപ്പൊ അവരെ സെലക്ട് ചെയ്ത് വെച്ചോണം. 3 പേർക്ക് ഒരു സമ്മാനം അറിയുന്നത് അത് ഒഴിവാക്കും. നമ്മുടെ മലയാളം എന്ന് പറയുന്നത് വളരെ സുന്ദരമായ ഒരു ലാംഗ്വേജാണ്, അതിമനോഹരമായ ഒരു ഭാഷയാണ്. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് മൂലം അതിന്റെ ഇമ്പോർട്ടൻസ് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ഇതിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്യുകയാണ്, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ചലഞ്ച്. അതായത് ഞാൻ ആരെങ്കിലും ഒരാളെ വിളിക്കും, അല്ലെങ്കിൽ സൊമാൻസാല എണ്ണീറ്റ് വരാം, ഞാൻ അവരോട് കുറച്ച് ചോദ്യം ചോദിക്കും, അവര് ജസ്റ്റ് മലയാളത്തിൽ മാത്രം ഉത്തരം പറയുക. മലയാളം ഇംഗ്ലീഷ് ഒരു വേർഡ് പോലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫെയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. അതെ എൻ്റെ ആരുടെ കൂടുതൽ അറിയാം. മലയാളമേ പറയാവുള്ളൂ. അതിന്റെ റൂളിലാണ് മലയാളം മാത്രം സംസാരിക്കുക, ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും വരരുത്. ശുദ്ധമായ മലയാളത്തിൽ, എഴുത്തച്ഛന്റെ മലയാളത്തിൽ സംസാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം അഞ്ജ. എന്താണ് പേര്? എന്റെ പേര് അഞ്ജ. സെൽഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, ഒന്നുകൂടെ. ഞാൻ സസ്യസുന്ദരമായ കേരളത്തിന്റെ മലനാട്ടിൽ അടിമാലി എന്ന സുന്ദര ഗ്രാമത്തിൽ കളരിക്കൽ വീട്ടിൽ മോഹനന്റെയും രമണിയമ്മയുടെയും മകനായി ജനിച്ചു. ഞാൻ ആതിഥേയ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എത്ര വർഷമായി? ഏകദേശം 14 വർഷത്തോളമായി. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സ്കൂളൊക്കെ എവിടെയായിരുന്നു? എന്റെ കലാലയ വിദ്യാഭ്യാസം എന്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ. ചോദ്യം മലയാളത്തിൽ മതി. അല്ല, അതില്ല. ഇംഗ്ലീഷ് പറയിപ്പിക്കാന്നുള്ളതാണോ? ഇംഗ്ലീഷ് ചോദിക്കാം. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഒബ്ജക്ഷൻ ക്യാൻസൽ. ഏത് സ്കൂളാണ് പഠിച്ചത്? അടിമാലി ആനപ്പാറ. ഇങ്ങനെ പറഞ്ഞാൽ പോലെ കത്തോലിക്ക സന്യാസിനി സമൂഹം നടത്തുന്ന ഫാത്തിമ മാത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ. വീട്ടിലെ അഡ്രസ് എന്ന് പറയുമോ? കളരിക്കൽ കുടുംബം, അടിമാലിക്കരയിൽ. ഓക്കെ, വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു മലയാളം മീഡിയത്തിലാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ഒരു വട്ടം കൂടെ ആർക്കും ഒരാൾക്ക് വരാം. നിങ്ങളുടെ സമയം കൊല്ലുക അല്ല എന്ന് വിചാരിക്കാം. അടുത്ത ആരുകാണെങ്കിലും വേറെ ആർക്കാ? ചലഞ്ച് ചെയ്യുന്നു. എന്നെ തോപ്പിക്കാൻ ചോദ്യം എത്ര? 10 ചോദ്യം. ഓക്കെ, 10 ചോദ്യം. ഞാൻ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. മലയാളത്തിൽ, ഹലോ, ഈ മലയാളത്തിൽ ഡോക്ടർക്ക് എന്താ പറയും? ഏതേലും ആയിക്കോട്ടെ. മറ്റേ വൈദ്യർ എന്ന് പറയും. വൈദ്യർ എന്ന് പറയാൻ പറ്റത്തില്ല. ഡോക്ടർ എന്ന് വെച്ചാൽ ചികിത്സകനല്ല പറയുന്ന ആളെന്നേ ഉള്ളൂ. ശരി. അല്ല, നിങ്ങളുടെ ഉത്തരം എന്തോ? അതെല്ലാം പിന്നെ ഉമിക്കരി അതിന് ഇംഗ്ലീഷ് എന്തോ? ശരി. ഉമിക്കരി
അല്ലെങ്കിൽ ഒരാൾക്ക് കൂടെ വരാം. ആരാന്ന് വെച്ചാൽ സുമാൻസുകളിൽ വരാം, അല്ലെങ്കിൽ നമ്മുടെ മണവാളത്തിനെ സജസ്റ്റ് ചെയ്യാം. ആരാന്ന് വെച്ചാൽ ലേഡീസിന്റെ ഭാഗത്തുനിന്നുള്ള പാർട്ടിസിപ്പേറ്റ് രാധാകൃഷ്ണൻ ഓൾറെഡി രാധാകൃഷ്ണൻ. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ റൂൾസ് ഇതാണ്. നമ്മൾ മലയാളം മാത്രം സംസാരിക്കുക, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിലാണ്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറയും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താങ്കൾ എന്ത് ചെയ്യുന്നു? വേഗം പറയണം. ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യും. ജോലി ചെയ്യുന്നു. എന്തായിട്ടാണ് അങ്കിൾ ജോലി ചെയ്യുന്നത്? ശരി ശരി. എത്ര കൊല്ലമായിട്ട് ജോലി ചെയ്യുന്നു? 33 കൊല്ലമായിട്ട് അങ്കിൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെയാണ് സ്ഥാപനം? എവിടെയാ? എലപ്പാറ. അപ്പം അങ്കിളുടെ വീടോ? നെടുങ്കണ്ടം. നെടുങ്കണ്ടത്ത് ഏലപ്പാറയിലോട്ട് അങ്കിൾ എങ്ങനെയാ പോകുന്നത്? വേഗം പറയണം. വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് ഡെയിലി നടന്ന് മലയാളത്തിൽ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് വാഹനത്തിൽ പോകും. ഇടയ്ക്കിടയ്ക്ക് വാഹനത്തിൽ പോകും. എന്ത് വാഹനത്തിനാണ് അങ്കിൾ പോകുന്നത്? 4 ഏക്കർ വാഹനം. 4 ഏക്കർ വാഹനം. അങ്കിളുടെ ഫാമിലി? ഭാര്യ, 2 മക്കള്. 2 മക്കള്. എന്ത് ചെയ്യുന്നു മക്കള്? ഒരാള് വിവാഹിതരായി ഭർത്താവിനോടൊപ്പം കഴിയുന്നു. മറ്റൊരാള് വിവാഹം കഴിച്ച് ഭർത്താവിനോടൊപ്പം ജോലി ചെയ്യും. എന്ത് ജോലി ചെയ്യുന്നു? അടുക്കള ജോലി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അങ്കിളുടെ മൂത്ത മകളെ കുറിച്ച് 2 വാക്ക് അങ്കിളിന് പറയാം. 2 വാക്ക് കേട്ടോ. മൂത്ത മകള് സുന്ദരിയാണ്, സുശീലയാണ്. ഓക്കെ. മൂത്ത മകൾ എന്താ പഠിച്ചത്? പത്താം തരം വരെ. 10ാം തരം വരെ പഠിച്ചു. ഓക്കെ. 10ാം തരം വരെ പഠിച്ച് ജോലി ചെയ്തോ? ഇല്ല, ജോലിയൊന്നും ചെയ്തില്ല. എന്നെ കല്യാണം കഴിപ്പിക്കുകയായിരുന്നു. എവിടെയാണ് കല്യാണം കഴിപ്പിച്ചത്? ഭർത്താവിന്റെ വീട്ടില്. ഭർത്താവിന്റെ വീട് സ്ഥലമില്ല. അടിമാലി. അഡ്രസ് എഴുതും പറയും. കളരിക്കൽ അടിമാലി. ഹസ്ബൻഡ് എന്ത് ചെയ്യാ? കച്ചവടം നടക്കും. എന്ത് കച്ചവടമാണ്? ആതിഥേയ മേഖലയിൽ. ആതിഥേയ മേഖലയിൽ അദ്ദേഹം ഏത് പോസ്റ്റിലാണ്? ഒരു സ്ഥാപനം നോക്കിയെടുക്കും. സ്വന്തമായി സ്ഥാപനം നോക്കിയെടുക്കും. അപ്പൊ മുതലാളിയാണല്ലേ? ഓക്കെ. അതായത് സമയം ശരിയല്ലേ? ക്വസ്റ്റ്യൻ പറഞ്ഞു. പക്ഷെ അത് കുഴപ്പമില്ല. ലാസ്റ്റാണ്. ശരിയല്ലേ? മീര. അപ്പോഴേ അല്ല സുശീലെന്നാണോ പേര്? മൊത്തം മീര. ഒരു വട്ടം മീര വാ. ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. മീര വാ. മീര. എന്നോട് വിശേഷം? എനിക്കൊരു വിശേഷമില്ല. അതെന്താ? എനിക്ക് പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നുമില്ല. ആകപ്പാടുള്ള വിശേഷമില്ല. മോനെവിടാ പഠിക്കുന്നത്? ഞാൻ വിശുദ്ധിയില് സേവന പബ്ലിക് സ്കൂൾ. പേര് ഇംഗ്ലീഷിൽ പറയാം, കുഴപ്പമില്ല. ഒരു ചാൻസ് കൊടുത്തരാം. ഓക്കെ മോനെ. അപ്പം മോന്റെ ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ? അങ്ങനെ ഒരു ടീച്ചറിനെ ഇഷ്ടമല്ല. എനിക്കൊരു ടീച്ചറിനെ
ഇഷ്ടമില്ല. അപ്പൊ ഏത് സബ്ജക്റ്റ് ഇഷ്ടം? ഒരു സബ്ജക്ട് ഇഷ്ടം എന്തായാലും കാണും. മലയാളം സബ്ജക്ട് എടുക്കാം. അപ്പൊ മലയാളത്തിൽ മോൻ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എക്സാമില്? ഒരാളൂടെ അമ്മന്റെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അച്ഛൻ എന്ത് ചെയ്യുന്നു? ഓക്കെ ഓക്കെ. അപ്പം മോനിപ്പോ എവിടെ പഠിക്കുന്നേ? അപ്പൊ എന്തായാലും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു മണവാളനെ. അല്ല, നീ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ബസ്സുണ്ട്, അതിന് മലയാളത്തിൽ എന്ത് പറയും? ഡ്രൈവർ ആയിരുന്നു, അതുകൊണ്ട് എക്സ്പ്രസിന്റെ ഞാൻ അതിവേഗ വാഹനം എന്ന് പറയും. അങ്ങനല്ല, അതുപോലെ അതല്ല എക്സ്പ്രസ് എന്തായിരിക്കും മലയാളം? ഈ ഇങ്ങനെ ആളുകളോട് ഇംഗ്ലീഷ് പറയാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പറയാൻ പറയും എക്സ്പ്രസ് ബസ് അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ KSRTC എക്സ്പ്രസ് ബസ്. അതിന് മലയാളത്തിൽ എന്ത് പറയാൻ പറ്റും? ഇതെന്ന് പറഞ്ഞു 6 ചക്രമുള്ള അതിവേഗം പോകുന്ന ഒരു വാഹനം, അതിൽ ആളുകൾക്ക് കയറാൻ പറ്റും. ഹരിത വർണ്ണ ത്വരിത ഗമന ശകടം. വിരള വിരാമ ശകടം. അതിന്റെ പുറമെ ഹരിത വർണ്ണ ത്വരിത ഗമന ശകടം. ഓ, അപ്പൊ അതാണ് അതിന്റെ മലയാളം. അപ്പൊ നമ്മളെ ഈ മലയാളം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കിന് വീട്ടിലും പോയി ആശുപത്രി കൂട്ടിയും പോയി എന്ന് പറഞ്ഞ പോലെ ഈ മലയാളം വേണ്ട. ബെഞ്ച്, അതിന്റെ ഒരു മലയാളം പറയാം. ബെഞ്ച് 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 എന്ന് പറഞ്ഞാൽ മേശ. ബെഞ്ച് 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 ഒരു മലയാളം അത് മലയാളത്തിൽ പറയാൻ നമുക്ക് തടി പിടിപ്പിക്കാൻ പറ്റും. ഈ ബെഞ്ച് നമ്മളെല്ലാരും പറഞ്ഞു അല്ലേ? എല്ലാരും ബെഞ്ച് 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 എന്നാണ്. ബെഞ്ചിന്റെ ഒരു മലയാളം പറയാൻ പറ്റും. ദീർഘകാല ഇരിപ്പിടം. ദീർഘകാല ഇരിക്കലൊക്കെ. അപ്പൊ കുറച്ച് പൊക്കം കൂടിയ വരണ്ടി. അല്ല, അതിനൊരു മലയാളം വാക്കില്ല. പോക്കറ്റ്, കീശ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വെക്കുന്നതാണ് കീശ. ഇവിടെ വെക്കുന്നതിനാണ് പോക്കറ്റ് എന്ന് പറയുന്നത്. ഈ പോക്കറ്റിന് അതിന് തത്തുല്യ മലയാളം വേണ്ടില്ല. നമ്മള് പല ഭാഷയിൽ നിന്നും പല പദങ്ങൾ, അത് പേർഷ്യൻ ഭാഷയിൽ നിന്നുണ്ട്, ഹിന്ദുസ്ഥാനിൽ നിന്നുണ്ട്, ഉറുദുവിൽ നിന്നുണ്ട്, പല ഭാഷയിൽ നിന്നും മലയാളത്തിൽ ഒരുപാട് പദങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതിലൊന്നും പകരം വെക്കാൻ ഒരു മലയാളം ഭാഷ പറയാനില്ല, നമുക്കില്ല. മലയാളത്തിൽ അങ്ങനൊരു ഭാഷയില്ല. അതാ പറയുന്നത് ബെഞ്ച്. ബെഞ്ച് എന്ന് പറഞ്ഞാൽ ബെഞ്ചാ. മുറം, മുറത്തിന് ഇംഗ്ലീഷിൽ എന്ത് പറയാൻ പറ്റും? മുറത്തിന് ഇംഗ്ലീഷിൽ മുറന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ കുഞ്ഞു പറഞ്ഞു അത്രേ പറ്റും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പൈതൃകമുണ്ട്, ഒരു സൗന്ദര്യം. അത് ആ മൂല്യം കളയാതെ ജീവിക്കാം, സൂക്ഷിക്കാം. പിന്നെ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല ഭരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. അതും ആഴത്തിൽ പഠിച്ചിട്ടുള്ള ശ്രീകുട്ടിയുടെ പരിപാടി കഴിഞ്ഞ അടുത്ത അച്ചുവിന്റെ ഹിന്ദി പാട്ടാണ്. അച്ചുവിന്റെ സമയം നഷ്ടപ്പെടുത്തുന്നത്. അച്ചുവിന്റെ ഹിന്ദി പാട്ട് അച്ചുവിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടി ഡാൻസ് കളിക്കുന്നവരെ അച്ചു ലിറിക്സ് എന്താന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോ. ഇല്ലെങ്കിൽ വേറെ അച്ചു ശ്രീകുട്ടി ലാസ്റ്റ് വേണ്ട ഇപ്പൊ
ഞാൻ വേണമെങ്കിൽ ഇപ്പൊ പാട്ട് പാടാം. ഇനി പാട്ട് പാടാം. പാട്ട് പാടിയ ഞാൻ പാട്ട് പാടിയ ഡാൻസ് കളിക്കുമോ ശ്രീകുട്ടി? ഓക്കെ. അപ്പൊ ടൈപ്പ് ആയി ഞാൻ പാട്ട് പാടിയ ശ്രീകുട്ടി ഡാൻസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഞാൻ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ഞാൻ പാട്ട് പാടാൻ പോവാണ്. അതായത് ഈ ദിശാകളിയുടെ ഒക്കെ പാട്ട് കേട്ടിട്ടൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചു വരരുത് കേട്ടല്ലോ. സഞ്ജു ഇറങ്ങി അടുത്ത എന്റെ പാട്ടാണ് കേട്ടോ. ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലട്ടമോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിന്നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, നറുനെല്ലിന്നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി, ബാലട്ടമോളല്ലേടി നിന്നെ കാണാൻ ബാലട്ടമോളല്ലേടി ബാലട്ടമോളല്ലേടി നിന്നെ കാണാൻ സോറി ബാല്യത്തിൽ കണ്ടതല്ലേ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ശ്രീകുട്ടി. ഈ ബാലേട്ടന്റെ മോളെ രണ്ടുപേരും ഓക്കെ ഓക്കെ. ശ്രീകുട്ടി ശ്രീകുട്ടിയുടെ ഡാൻസ് ശ്രീകുട്ടി ഡാൻസ് കളിച്ച ഉറപ്പായിട്ടും അച്ചുവിന്റെ ഹിന്ദി പാട്ടാണ് അടുത്തത്. വാ ഇവിടെ വാ. അച്ചു ഹിന്ദി പാട്ട് ഇല്ലെങ്കിൽ അച്ചു ചാലഞ്ച്. എന്നാ ഓക്കെ. ശ്രീകുട്ടിക്ക് എന്നാ ഒരു കാര്യം ചെയ്യാം. ശ്രീകുട്ടിയൊക്കെ ഒരു ഡാൻസ് കളിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്നാ ശ്രീകുട്ടിക്ക് ഒരു സിനിമാ പേര് പറഞ്ഞു കൊടുക്കാം. അത് ശ്രീകുട്ടി അഭിനയിച്ച് കാണിക്കും. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഡാൻസ് കളിച്ചിട്ട് കുറെ നാളായിരുന്നു. ഇപ്പൊ പ്രാക്ടീസ് ഇല്ലാത്തോണ്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് ഒരാളെ പാട്ടോ. റെഡി 1 2 3. അപ്പം പറയാതിരിക്കാൻ വയ്യ. ഇങ്ങോട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരുമെന്ന് നമുക്കെല്ലാം പാട്ട് പാടിക്കുന്ന സുരേഷയ്ക്ക് എന്റെ ചേട്ടന്റെ ഏറ്റവും വലിയ സന്തോഷവും കൈയടിയും എല്ലാം നേരുന്നു. അപ്പൊ അടുത്തത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയതായി വന്ന ഒരു അതിഥിയുണ്ട്. ആ ചേച്ചി നമുക്ക് വേണ്ടി എല്ലാവർക്കും പാട്ട് പാടി തരുന്നതാണ്. ചേച്ചി പാട്ട് പാടുമെന്ന് എല്ലാവരും ഡാൻസ് ആണ്. ചേച്ചി ഡാൻസ് കളിക്കാലോ? പാട്ട് വായിച്ചു തരുന്നതാണ് അനു ചേച്ചി. കം. ഓക്കെ. അനു ചേച്ചിക്ക് ഏത് പാട്ട് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ചേച്ചി വേഗം വാ. അച്ചുവിന്റെ വർക്കടുത്ത് നിൽക്കുവാണ്, പെൻഡിങ് ആണ്. അച്ചുവാണ് സ്റ്റാറ്. ചേച്ചി പാട്ട്. ചേച്ചി പാട്ടേതാ? ചേച്ചി പാട്ടേതാ? Yeah.
ആ പ്ലാനിങ്ങില് ഏറ്റവും എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്തതാണ് അല്ലേ? ശരിയാണ്. പുള്ളിക്കാർക്ക് ഒരു അപ്പൊ അനുസരിച്ചുള്ള പ്രകടനം കണ്ട് നമ്മുടെ റേഞ്ചർ കൊണ്ട് ഓണറിന് അപ്പം തന്നെ ഒരു സ്പോൺസർ സമ്മാനം അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള 3 വീക്കിരികളുണ്ട്. അപ്പൊ അവർക്ക് ഒരു പാട്ട് പാടണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനുണ്ട് ഒരുമിച്ച് പാടും. ഗോവിന്ദ് പണി പണി അയ്യോ പണി പണിയോ രാരിയാനം പാടിയൊരുക്കാൻ ആരുമില്ലല്ലോ അയ്യോ പണി പണിയോ രാരിയാനം പാടിയൊരുക്കാൻ ആരുമില്ലല്ലോ അയ്യോ പണി പണിയോ രാരിയാനം പാടിയൊരുക്കാൻ ആരുമില്ലല്ലോ എനിക്ക് രാരിയാനം പാടിയൊരുക്കാൻ ആരുമില്ല അത് കേട്ടു മനസ്സാരി ഇത് വഴി വന്നതാണ് അയ്യോ മണിപ്പാടിയോ ആരോ കഥകൾ തട്ടി അപ്പം അവരുടെ പ്രകടനത്തിന് നമ്മൾ അപ്പം തന്നെ ഒരു പ്രോത്സാഹന സമ്മാനം നൽകുന്നതാണ്. എല്ലാം ശ്രദ്ധിക്കുക, എല്ലാം സ്പോൺസർ ചെയ്യുന്ന റേഞ്ചർ കൊണ്ടാണ്. അളിയന്റെ കാശ് കുറെ പോകുമല്ലോ. ഇത് കലക്കിയല്ലോ. പാട്ട് പാടാൻ മൈൻഡ് ഇല്ലെങ്കിൽ ഒരു സിനിമ പേര് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കും. അത് അഭിനയിച്ച് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഏതാണ് നിനക്ക് പാട്ടാണോ വേണ്ടത്? പാട്ടിന് പാടാൻ അല്ല അച്ഛനെ നിർദ്ദേശമല്ലേ? ഇല്ല അച്ഛനെ വേണ്ട അല്ല അച്ഛനല്ല നമ്മുടെ ചങ്കാണ്, കരളാണ്, അല്ല എല്ലാ കാര്യത്തിലും കൂടെ അല്ലേ? എന്റെ കല്യാണം പോലെ കല്യാണമല്ല എങ്കിലും അല്ല ഇല്ലേ? എല്ലാ കാര്യത്തിലും കൂടെ ഒരാളാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ മിസ്റ്റർ കൂളാണ്.
അതായത് നമ്മൾ എത്ര കളിയാക്കിയാലോ ഇല്ലെങ്കിൽ എത്ര നമ്മൾ മോശമായിട്ട് പറഞ്ഞാലും ഒന്നും അച്ചു കൂളാണ്. അപ്പൊ എന്നെ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ തിരിച്ചുകൂടാം. പക്ഷെ അച്ചുവിനെ നമ്മൾ എത്ര ശ്രമിച്ചാലും അച്ചു ഇതൊക്കെ ഒരു സാരമില്ല. ആ അച്ചു ഒരു മിസ്റ്റർ കൂളാണ്. ആ കാര്യത്തിൽ സമ്മതിക്കേണ്ടതാണ്. അപ്പം അച്ചുവിന് ഏതാണ് പാട്ട് പാടുവാണോ അതോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരു സിനിമ പേര് പറയും അത് അഭിനയിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഒരു അച്ചുവിന് ഒരാൾ ആരാ ഒരു നല്ല വലിയ പാടില്ലാത്ത ഒരു സിനിമ പേര് പറയുന്നത്? അപ്പോ പാട്ട് പാടാം അച്ചു. ഇത് കഴിഞ്ഞ് നമ്മുടെ ക്യാമറക്കാരുടെ കൂട്ടത്തിലുള്ള ഹലോ അച്ചു പാട്ട് അത് ചോദിച്ചില്ല. അളിയന് ഒരു നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ ഒരുപാട് പഴയതും പാടില്ല, ഒരു മീഡിയം തരത്തില് ശരിയൊക്കെ അഭിനയിച്ചു ഒരുപാട് എളുപ്പമാണ് അഭിനയിച്ച് കാണിക്കാൻ പറ്റിയ ഒരു മലയാളം പടത്തിന്റെ പേരൊന്ന് അച്ഛന് ചെയ്തി പറഞ്ഞു കൊടുക്കുക. അച്ഛൻ അത് നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരുന്നത്. മൂന്നാം മുറ മോഹൻലാലിന്റെ ആണോ? 3 പേരുണ്ട്. മോഹൻലാലിന്റെ ആണോ? അച്ഛൻ അഭിനയിക്കും. അതില് ഒന്നെങ്കിൽ ഒരു സീനോ ഇല്ലെങ്കിൽ ആ പേരിനെ നീ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. ഫീമെയിൽ ആർട്ടിസ്റ്റ് ആരാണ്? പാഠം എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പോഴേ കാര്യം കത്തി സംഭവം മനസ്സിലായി. ഞാൻ അടുത്ത് ഞാൻ ചെയ്തു അല്ല ഓക്കെ ഓക്കെ ഉണ്ടെന്ന് അപേക്ഷിച്ച് കാണിക്കുന്നതാണ്. 3 പേര് മോഹൻലാൽ അത് അച്ചു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. കണ്ടുവല്ലോണം മോഹൻലാൽ അതൊരു ഇച്ചിരി പാടായി പോയല്ലേ. പക്ഷെ എനിക്ക് മനസ്സിലായി. ഓക്കെ 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 ഞാനൊരു പേരാണ്. ഓക്കെ മാമനൊരു പേരാണ്. ഓക്കെ ഒരു പേര് പറഞ്ഞു. ഓക്കെ നാളെ കല്യാണം. നാളെ കല്യാണം അച്ഛന് കൊടുത്തത് അച്ഛന് കൊടുത്ത പ്രാക്ടീസ് മോഹൻലാൽ കൈപൊക്കി. ഇനിയും റേഞ്ചർ വുഡിന്റെ 3 സമ്മാനങ്ങളും കൂടെ സ്പോൺസർ ചെയ്യും. ഇതിന്റെ ബില്ലെല്ലാം വരാൻ കിടക്കുന്നതാണ്. ഞാൻ പോവുക. ഉടന്റെ പരിപാടി കഴിഞ്ഞാൽ ക്യാമറാമാൻ നമുക്ക് വേണ്ടി അവരുടെ ഒരു ഗ്രൂപ്പ് നമുക്ക് വേണ്ടി ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു അല്ല നിങ്ങൾ ഒരു പേര് അല്ലേ? നിങ്ങൾ ഒരുമിച്ചോ ഫോട്ടോ ഞങ്ങൾ എടുക്കാം. നിങ്ങൾ ഒരുമിച്ചു അത് മോശമോ? ഇത്ര പേരുണ്ട്.
വാടാ വൈകിട്ടാ എന്റെ പരിപാടി. നമസ്കാരം. നാളെ വിവാഹിതരാവുന്ന അർജുനും വിഷുവിനും ഞങ്ങളെ എല്ലാവരുടെയും പേരിൽ ഓറഞ്ചിന്റെ സ്റ്റുഡിയോയുടെ കോവിഡ് വിവാഹ മംഗളാശംസകൾ. കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്. ഓറാക്കണ്ടല്ലോ. ഇവിടെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ഡാൻസ് ചെയ്ത കുട്ടി അടിപൊളിയായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും നല്ല അടിപൊളിയായിരുന്നു. അച്ഛനും നന്നായി പെർഫോം ചെയ്തായിരുന്നു. നല്ല സംസാരമായിരുന്നു എല്ലാവരും. വളരെ നന്നായിട്ട് അങ്കിള് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞിട്ട് നല്ല ഞങ്ങള് വന്നപ്പോ തുടങ്ങി ഞങ്ങളെ പുള്ളി ഭയങ്കര എന്റർടൈൻ ആയിരുന്നു. അല്ല ആനന്ദു ഇപ്പൊ ഇതുവരെ വിളയുണ്ട് ഏറ്റവും നന്നായി സംസാരിക്കുകയും ഇതിനെ ഏറ്റവും കൂടുതൽ ഓടി പിടിപ്പിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് ഇപ്പൊ അർജുന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഇല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു അനിയൻ എന്നതിലുപരി ഏറ്റവും സുഹൃത്തായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അർജുന്റെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ സാധാരണ ഞാൻ എല്ലാവരും ഇങ്ങനെ ഒന്നും പറയാറില്ല. പിന്നെ പറഞ്ഞല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നൊക്കെ ഉണ്ട്. അതെ, ഇദ്ദേഹം വന്ന വഴിക്ക് പെരുമാറ്റില് മഴയൊക്കെ പെയ്തിട്ടിരിക്കെ ഇങ്ങനെ സ്ലിപ്പായി ആ സ്ലിപ്പായിട്ടോട് കാണിക്കുന്ന പറയുന്നത് കേട്ടല്ലോ ഉണ്ട്. ഉള്ളത് തന്നെയാണ്. അത് കേട്ടതാണ്, അറിഞ്ഞതാണ്, ശരിയാണ്. ഓക്കെ എല്ലാരും നല്ല ഉറപ്പായിട്ട് റോളായി പ്ലേ. ഏത് പാട്ടാണ് അത് സ്വന്തമായിട്ട് പാടുന്നു? ഒന്നും പറയില്ല. നന്ദി, നമസ്കാരം. അല്ല മുഴുവനല്ല, 4 ലൈൻ മതി. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം എന്റെ നെഞ്ചിലാകെ അനുരാഗക്കരിക്കും വെള്ളം. നല്ല കയ്യേറി കൊടുക്കാം. അപ്പം സരിതാന്റി ഓർഡർ ചെയ്ത് സരിതാന്റി ഓർഡർ ചെയ്ത് അരിപ്പടം എടാ മുറിമ നമ്മുടെ ഒരു ഈ നമ്മൾ ആദ്യം പരിചയപ്പെട്ടില്ലേ വിശാഖ് കണ്ണൂരിലെ വിശാഖ് ഇപ്പൊ BDS ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. BDS കഴിഞ്ഞ് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ കല്യാണം വന്നപ്പോ പുള്ളി കുറേ ദിവസങ്ങളിൽ രാത്രി ഞങ്ങളോടെയാ താമസം. അപ്പൊ രാത്രി എല്ലാം പോയി അടച്ചിട്ട് ഇങ്ങനെ എന്താണ് ഈ ഉണ്ണിയെന്നായിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാം ഞെട്ടിച്ച് ആദ്യമായിട്ടൊരു പടം വരച്ചു. വിശാഖ വരച്ച വിശാഖ ആദ്യമായിട്ട് വരയ്ക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ വീട്ടിലെല്ലാം അന്വേഷിച്ചു, പിള്ളേരോടൊക്കെ അന്വേഷിച്ചപ്പോൾ വിശാഖ ഇതുവരെ പടം വരച്ചിട്ടില്ല. വിശാഖ ആദ്യമായി വരയ്ക്കുന്ന ഒരു പടം ഗിഫ്റ്റ് ആയിരുന്നു. വിശാഖ ഏറ്റവും ആദ്യം വരച്ചത്
വിശാഖിന്റെ എന്തുവാ ആദ്യത്തെ പടമാണ്. ഡോക്ടർ വിശാഖ് ആദ്യത്തെ പടം ആദ്യം വരയ്ക്കുന്ന പടം എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. വിശാഖിന്റെ ആദ്യത്തെ വരച്ചൊരു പടമാണ്. കാണിച്ചു പിള്ള മനസ്സിൽ ഒത്തിരി നാളായിട്ടുള്ള പരിചയമല്ല, പക്ഷെ പെട്ടെന്ന് തന്നെ പരിചയപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അടുത്ത് നമ്മുടെ ഒരു ചങ്കായിട്ട് പെട്ടെന്ന് തന്നെ വന്ന ഒരു സുഹൃത്താണ്. ഇതിന്റെ എഴുതാണ്ട് വിഷയം നാളെ ഞങ്ങളുള്ളത് അളിയന്റെ ഒരു പാട്ട് അനുരാഗളിയും അപ്പനും കൂടെ ചേർന്ന് ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരെ ചേർന്ന് അതിന്റെ പേര് പോലെ അത്രയും അന്നു തമ്മിൽ പറഞ്ഞ മറന്നു പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ മറന്നു പോയോ കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങ പൂ പറിച്ചിട്ടു കറി വച്ചു കളിച്ചതും മറന്നു പോയോ ചെറുപ്പത്തിൽ മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ മൈലാഞ്ചി അരച്ചെന്റെ വിരൽ പത്തും ചുവപ്പിച്ചു മൈലാഞ്ചി അരച്ചെന്റെ വിരൽ പത്തും ചുവപ്പിച്ചു മണവാളൻ വരുമെന്ന് പറഞ്ഞോളല്ലേ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണവായി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞ ഞാറ്റിന കണ്ടു പൂമുല്ലപ്പന്തലിട്ടു പുഞ്ചിരിക്കും പൂങ്കവേലിൽ ഉമ്മ വച്ചില്ലേ ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും യുവജനം എന്ന് പറയാം, വയോധി എന്ന് പറയാം, എന്ത് പറയാം. പക്ഷേ കേട്ടോ, എന്തായാലും ശരിയാ, നമ്മുടെ പ്രായം പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോയ ഒരു പാട്ട് തന്നെ അവർ പാടി അല്ലേ. ഓക്കെ, എന്നാ കേട്ടിട്ട് ആയിക്കോട്ടെ. താങ്ക് യു. അപ്പൊ ആര്യനന്ദൻ ഒരു പാട്ട് പാടണം, അവന് സിംഗിൾ സോങ് പാടണം. ആര്യന്ദ ആത്മാവിൻ താളം ആ നന്മയാണ് അറിവിന്റെ ലോകം ഇതുപോലൊരീശ്വര ജന്മം ഈ ഭൂമിക്കു കാവലാണെന്നും ഉദരത്തിൽ ജന്മം കൊടുത്തും ഊഷ്മള സ്നേഹം പകർന്നും ഋതുക്കളോരോന്നും പോയി മറഞ്ഞു എത്രയോ ജീവൻ പിറന്നു വീണു ഏതൊരു യാതനകൾക്കുള്ളിലും ഐശ്വര്യ ദീപമായി നിറഞ്ഞു നിൽക്കും ഒരിക്കലും അണയാത്ത ദീപമായെന്നും ഓരോ മനസ്സിലും തെളിഞ്ഞു നിൽക്കും ഔദാര്യ
സൗകര്യമല്ല ഈ പുണ്യജന്മം, അമ്പലം നിറയുന്ന സ്നേഹസത്യം, അതമ്മയാണെന്നെന്നും അമ്മ മാത്രം, അതമ്മയാണെന്നെന്നും അമ്മ മാത്രം. വലിയ കൈയടി. അതിന് അവൻ ഒരു അവസരം ഉണ്ടാക്കിയതിന് പ്രത്യേകം ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ആയിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും അനിയനെയും വൈൻഡപ്പ് ചെയ്യുന്ന രാവ് ഏറെ വൈകിയിരിക്കുന്നു. 11 മണിയായി. ഇത്രയും നേരം ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചതിനും ഞങ്ങളോട് സഹകരിച്ചതിനും പ്രത്യേകിച്ച് എന്റെ ബന്ധുക്കാരാ, ഞാനവിടെ പറയേണ്ട കാര്യമൊന്നും അങ്ങനെ പേരെടുത്താലും പറയേണ്ട കാര്യം. എന്നിരുന്നാലും ഈ രാത്രി നമുക്ക് വളരെ അവസ്മരണീയമാക്കിയ എല്ലാ കലാകാരന്മാർക്കും കുറച്ച് അമ്മയെ കുറിച്ച് പാടി ഒരു നിമിഷം ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഓർത്തു. ആ ഒരു സിറ്റുവേഷൻ അവന്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ 10-16 വർഷമാകുന്നു. എന്നും അമ്മയെ കുറിച്ച് ഓർക്കും, പക്ഷെ ഇപ്പോൾ പാടിയപ്പോൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഓർമ്മ വന്നു. ഈ ഒരു അവസരത്തിൽ അതിനൊരു സാഹചര്യം ഉണ്ടായി. എന്നിരുന്നാൽ പോലും ഈ ഒരു എന്നോട് സഹകരിച്ചിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധുക്കാർക്കും, എൻ്റെ മകന്റെ സുഹൃത്തുക്കൾക്കും, മറ്റെല്ലാവർക്കും, വീഡിയോ എടുക്കുന്നവർക്കായാലും, അതിലുപരി ഈ റെഞ്ച് റോഡിലെ അവരും ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ്. അവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവരും നാളത്തെ കല്യാണത്തിലും ഇതുപോലെ തന്നെ സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. തൽക്കാലം നമുക്ക് നന്ദി നമസ്കാരം മാത്രമായിരിക്കും. എല്ലാവരും അറിയില്ല, ഭയങ്കര നല്ലവടിയാ. ഇല്ലേ, പറയാനല്ലേ അറിയൂ, ചെയ്യാൻ അറിയില്ലല്ലോ. ചെയ്യാനറിയില്ലല്ലോ. അപ്പൊ പരിപാടി നമുക്ക് നിർത്തുകയാണ്. അതിന് മുമ്പ് എല്ലാവരും ഗ്രൂപ്പായിട്ട് നമ്മുടെ ഈ പരിപാടിയെല്ലാം വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പ് എല്ലാവരും നമുക്കൊരു ഒരുമിച്ച് ചേർന്ന് നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ഇവിടെ നടത്തിയ പരിപാടിക്ക് ഈ 2-3 സമ്മാനങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഒരു ബഹുമാനം അനുരാഗയും പാട്ട് പാടി. അത് മരുമക്കളായതുകൊണ്ടായിരുന്നു. പടം വരച്ച് വിശാഖ് ഏറ്റവും നല്ല അവതരണം നടത്തിയതിന് സോനു. എന്നെ അങ്ങനെ സാധാരണ തോപ്പിക്കുന്നല്ല, സോനു തോപ്പിച്ച് ഇനി എല്ലാവരും ഇത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ എല്ലാവരും ഒന്ന് ഒരുമിച്ച് വന്ന് ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നാളെ രാവിലെ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാം. രാവിലെ ഇവിടെ ഭക്ഷണം രാവിലെ എല്ലാവരും ഇവിടെ തന്നെ വരും. 8 മണിയാകുമ്പോൾ കൊണ്ടുവരും.